ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് 10-ലെ ചാപ്റ്റർ 3 സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് തന്നെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ഓക്കെ, ചാപ്റ്ററിന്റെ പേരെന്താ? സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. നമ്മുടെ സോഷ്യോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ കുറച്ച് ട്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അതുകൊണ്ട് തന്നെ കുറേശ്ശെയാണ് നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ടും ആ കാര്യങ്ങളെയൊക്കെ ഓരോ പ്രത്യേക ടേംസിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എക്സാമ്പിളിലൂടെ മാത്രമാണ് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചാപ്റ്റർ കംപ്ലീറ്റ് വായിച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ് ആണ് ഇനി ഇവിടെ പറയുന്നത്. സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും. അപ്പൊ ആദ്യം, എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹികമായിട്ടുള്ള സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. സാമൂഹിക ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. ഈ സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെയാണ്? കുടുംബം, സമൂഹം, നമ്മളുടെ കൂട്ടുകാര്, പിയർ ഗ്രൂപ്പ് അല്ലെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ, മാധ്യമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സാമൂഹിക ഘടനകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് സമൂഹത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. അപ്പോൾ വ്യക്തിഗത പ്രശ്നം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടേതായ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നുകൊണ്ടായിരിക്കും പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കാണുന്നത് അല്ലെ? അത് പലപ്പോഴും എന്താണ്, ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും അവന്റെ ആ ഒരു സൊല്യൂഷന് പലപ്പോഴും മതിയായ ഒരു പ്രശ്നങ്ങൾക്ക് മതിയായ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അവന്റെ ആ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന്, വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവത്തെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഹൊറൈസോണിൽ നിന്നുകൊണ്ട് ജീവിതാവസ്ഥയെ നോക്കിക്കാണാനൊക്കെ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തനാക്കുന്നുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പോയിന്റുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏകദേശം ഒരു 6 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ ഓരോന്നായിട്ട് എക്സാമ്പിളിലൂടെയൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 6 പോയിന്റുകൾ കഴിയുന്നതോട് കൂടിയിട്ട് ഏകദേശം ഈ ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ. പക്ഷെ ഈ 6 പോയിന്റ് നമുക്ക് എക്സാമ്പിളിലൂടെയാണ് മനസ്സിലാക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരു ആക്സിഡന്റിന്റെ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ആക്സിഡന്റിന്റെ ഇമേജ് നോക്കിയേ. അപ്പൊ ഈ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹശാസ്ത്ര സങ്കല്പം എങ്ങനെയാണ് വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു വാഹന അപകടത്തിന്റെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ? ഒരാൾ വാഹന അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും. പിന്നെ അവിടെ ട്രാഫിക് സിഗ്നൽ കാണുന്നുണ്ട്, സീബ്ര ക്രോസ് കാണുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, പിന്നെ ട്രാഫിക് നിയമലംഘനം, അതുപോലെ വാഹനങ്ങളുടെ എണ്ണം അവിടെ ഒരുപാടുണ്ട് അല്ലെ? വാഹനപ്പെരുപ്പം, ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സഞ്ചാര സൗകര്യം ഇല്ലായ്മ, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന്റെ വീഴ്ച, പിന്നെ റോഡുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അങ്ങനെ പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ കണ്ടു നിൽക്കുന്ന ആള് പറയുക ചിലപ്പോൾ എന്തായിരിക്കും, ഡ്രൈവർ സ്പീഡിൽ വന്നതാണ്. അപ്പൊ ആ സ്പീഡ് മാത്രമായിരിക്കില്ല ഈ ഒരു ആക്സിഡന്റ് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്താന്ന് കണ്ടെത്തുകയാണ്. ഓക്കെ, നോക്കാം, ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരാൾ വാഹനാപകടത്തിൽ പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളും അതിന് പിന്നിലുണ്ട്. എന്തൊക്കെയാണ്? ട്രാഫിക് നിയമ ലംഘനങ്ങൾ, വാഹനപ്പെരുപ്പം, ജനസംഖ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള സഞ്ചാര സൗകര്യമില്ലായ്മ, അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ മുന്നിൽ പറഞ്ഞത്. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന്റെ വീഴ്ച, റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി, അങ്ങനെ പല ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു.
അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊരു തിരിച്ചറിവും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുകയും ആണ് എന്ത് ചെയ്യുന്നത്, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണ്. ഇനി അടുത്ത പോയിന്റ്, ആത്മഹത്യാ നിരക്കും സമൂഹവും, സൂയിസൈഡ് റേറ്റ് ആൻഡ് സൊസൈറ്റി. നോക്കിയേ, ഇവിടെ ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായിട്ടുള്ള എമിൽ ദുർഖീം, ഈ പേര് നമ്മൾ മുൻപ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പേരാണ് കേട്ടോ, ദുർഖീം എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യ എന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമൂഹത്തിലേക്ക് എന്താണ്, സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായിട്ടുള്ള എമിൽ ദുർഖീം കുറച്ച് സാമൂഹിക കാരണങ്ങളൊക്കെ പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന സാമൂഹിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് സാമൂഹിക കാരണങ്ങൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ കൊണ്ടുവരികയാണ്. ആ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് 1897 സൂയിസൈഡ് എന്ന പുസ്തകം. ഓക്കെ അല്ലെ? അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഓർത്ത് വെക്കേണ്ടത്, എമിൽ ദുർഖീം എന്ന വ്യക്തിയുടെ സൂയിസൈഡ് എന്ന പുസ്തകം. 1897 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് സാമൂഹിക കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ 2-3 പുസ്തകങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നൊരു പോയിന്റാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു പട്ടികയാണ്. അതായത് സമൂഹശാസ്ത്ര സങ്കല്പം എപ്രകാരമാണ് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പട്ടിക തന്നിരിക്കുകയാണ്. പട്ടികയിൽ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, പുരുഷൻ, സ്ത്രീ, വർഷവും തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് തൊഴിൽ പങ്കാളിത്തം. വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2017-18 തൊഴിൽ പങ്കാളിത്ത നിരക്ക് പുരുഷനാണ് കൂടുതൽ അല്ലെ, 75.1 ആണ്. ഇവിടെ സ്ത്രീക്കാണെങ്കിൽ 21.1 ആണ്. ഇനി 2022-23 ആയപ്പോഴേക്കും പുരുഷന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, 77.4 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും കുറച്ച് ഒരു തൊഴിൽ പങ്കാളിത്ത നിരക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്കിലും ഇവർ തമ്മിലുള്ള തൊഴിൽ പങ്കാളിത്ത നിരക്കില് എന്തുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ടോട്ട് സാധിക്കുന്നുണ്ട്. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ട് എന്ന് ചിന്തിക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമായിട്ടുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നു. അതായത് ജെൻഡർ നോംസ് ആണ്, വഴക്കമാണ്, സമൂഹത്തിൽ നിലനിന്ന് പോരുന്ന വഴക്കങ്ങൾ. ഇനി അത് തന്നെ സ്ത്രീകളുടെ തൊഴിൽ അവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ലിംഗ പദവി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വഴക്കമാണിത്, ജെൻഡർ നോംസ്. ഇതിന് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു. ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയ്ക്കും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊക്കെ നിലനിന്ന് പോരുന്നുണ്ട്. ഓക്കെ, തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിടവിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ 2 പോയിന്റ്സ് പഠിച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത്
സ്വയം പ്രതിഫലനം എങ്ങനെയാണ്, സമൂഹശാസ്ത്ര സങ്കല്പം എപ്രകാരമാണ് ഒരു വ്യക്തിയിൽ സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒന്നും ജോലിയായി സ്വീകരിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രമേണ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചു. എന്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ അതിൽ തൃപ്തനായിരുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എന്റെ മാത്രം തീരുമാനത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോ ഇദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് ഇഷ്ടം ചിത്രരചനയായിരുന്നെങ്കിൽ കൂടിയിട്ടും മറ്റു പല കാര്യങ്ങളുടെയും സ്വാധീനം കാരണം, മറ്റാരുടെയൊക്കെയോ സ്വാധീനം കാരണം അദ്ദേഹം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരികയാണ്. മാതാപിതാക്കൾ, അധ്യാപകർ, PR ഗ്രൂപ്പ്, അല്ലെ, ഫാമിലി, അവരുടെ എല്ലാവരുടെയും ഒരു പിന്തുണയോടുകൂടി അല്ലെ സ്വാധീനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം മറ്റൊരു ഫീൽഡിലേക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് തന്റെ തീരുമാനങ്ങളെ കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാൻ എന്ന വ്യക്തിക്ക് ഇങ്ങനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായിട്ട് വിലയിരുത്താനുള്ള നൈപുണ്യാണ് സ്വയം പ്രതിഫലനം. ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറെ സൈക്കോളജി, നമ്മൾ പഠിച്ചിട്ടുള്ള സൈക്കോളജി ഇവിടെ റിഫ്ലക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ ഒരു സൈക്കോളജിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, സെൽഫ് റിഫ്ലക്സിവിറ്റി അല്ലെങ്കിൽ സ്വയം പ്രതിഫലനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണ്യാണ് സ്വയം പ്രതിഫലനം. അപ്പൊ സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാന് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായത്. അപ്പൊ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഓരോ വ്യക്തിക്കും അവനവനെ കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്തുവാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്, സമൂഹശാസ്ത്ര സങ്കല്പം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നതെന്നാണ് പറഞ്ഞത്. സെൽഫ് റിഫ്ലെക്സിവിറ്റി. വ്യക്തിഗതപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇത് സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും. ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു. ഇനി 4ാമത്തെ പോയിന്റ്, സമൂഹശാസ്ത്ര സങ്കല്പം അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയാണ്, എന്താണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നുവെന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നും വിചാരിക്കുക. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്താൻ സാധ്യതയുള്ള നിഗമനങ്ങൾ എന്തൊക്കെ? എന്താ നമ്മളോട് ചെയ്യുന്നത്? ആക്ഷൻ റിസർച്ച് ആണ് അല്ലെ. അപ്പോ ആ ആക്ഷൻ റിസർച്ചിലേക്ക് നമ്മൾ ആദ്യം ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യില്ലേ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? അലസതയായിരിക്കും, കുടുംബ സാഹചര്യമായിരിക്കും, അവന്റെ താല്പര്യം ഇല്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ അവന് മറ്റേതെങ്കിലും ഫീൽഡിലായിരിക്കും താല്പര്യം ഉണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവനെ മാനസികമായി ബാധിക്കുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ കുടുംബ പശ്ചാത്തലം, വിഭവങ്ങളുടെ പ്രാപ്യതക്കുറവ്, അത് അവന് വേണ്ടുന്ന ബുക്സ്, പെൻസിൽ, അങ്ങനെയുള്ള അവന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. കുടുംബ പശ്ചാത്തലമായിരിക്കും, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കും. ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപമുണ്ടാകും, എമ്പതി ഉണ്ടാവുകയും ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും. പറഞ്ഞ എന്താണ്? സമൂഹശാസ്ത്ര സങ്കല്പം എങ്ങനെയാണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആസ് എ ടീച്ചർ നമുക്കിത് കുറച്ചുകൂടി കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, വിമർശനാത്മക ചിന്ത വളർത്തുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം വിമർശനാത്മക ചിന്ത വളർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ എന്നൊരാളുടെ അനുഭവമാണ് തന്നിരിക്കുന്നത്.
പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച തൊഴിലും ജീവിത സാഹചര്യങ്ങളും തേടി അവൾ നഗരത്തിലേക്ക് കുടിയേറി. പക്ഷേ അവിടെ ജോലി നേടാനും സുരക്ഷിതമായ താമസ സൗകര്യം കണ്ടെത്താനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം അവൾക്കൊരു ജോലി ലഭിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ ആ ജോലി നഷ്ടമായി. ഈ അവസരത്തിൽ പ്രിയ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടു. തനിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിന് തനിക്ക് മാത്രം സംഭവിച്ച ഒരു പ്രശ്നമായിട്ടാണ് പ്രിയ കരുതിയിരുന്നത്. എന്നാൽ തന്നെ പോലെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി കുടിയേറ്റക്കാർ ആ നഗരത്തിലുണ്ടെന്ന് ലേബർ ഓഫീസറിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അവരുമായി ഇടപെട്ടും ലേബർ ഓഫീസ് മുഖേനയും കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് ചില അറിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ അവൾക്ക് തന്റെയും മറ്റുള്ളവരുടെയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ജോലി സംബന്ധമായി കുടിയേറിയ പ്രിയ എന്ന വ്യക്തിയുടെ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. പ്രിയ അനുഭവിക്കുന്ന ഏതെല്ലാം വ്യക്തിഗത പ്രശ്നങ്ങളാണ് മറ്റു കുടിയേറ്റക്കാരുടെയും പൊതുവായ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, അവരുടെ താമസ സൗകര്യങ്ങളൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിരിക്കും അല്ലെ. താമസ സൗകര്യങ്ങളുടെ കുറവ് നമ്മൾ മുകളിൽ വായിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്. താമസ സൗകര്യമൊക്കെ കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് പ്രിയ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ താമസ സൗകര്യങ്ങളുടെ കുറവ് ഒരു കാരണമായിരിക്കും. കുറഞ്ഞ വേതനം മറ്റൊരു കാരണമാവാം. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട്, സാമൂഹിക പിന്തുണ കൂടി അവർക്ക് കുറയുന്ന ഒരവസ്ഥ. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് കൂടാതെ സൊസൈറ്റിയിൽ നിന്നുള്ള സപ്പോർട്ട്. പിന്നെ എന്തായിരിക്കും, പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി, ഒരു പെർമനന്റ് ജോലിക്കൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവര് വരിക. അപ്പൊ സ്ഥിരമായിട്ടുള്ള ജോലി ഇല്ലായ്മ ഒക്കെ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി പുതിയ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതിന് ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ കുടിയേറ്റക്കാരുടെ മിക്ക പ്രശ്നങ്ങളും സമാനങ്ങളാണ് എന്ന വിമർശനാത്മക ചിന്തയിലൂടെ പ്രിയയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. വ്യക്തിഗത പ്രശ്നത്തിൽ മറ്റു സാമൂഹിക ഘടകങ്ങൾ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താനും അവൾക്ക് സാധിച്ചു. അതിലൂടെ തന്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രിയയ്ക്ക് സാധിച്ചു, കൂടെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും. ഇത്തരത്തിൽ വിവിധ സാമൂഹിക ഘടകങ്ങൾ വ്യക്തി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കൂടി വിമർശനാത്മക ചിന്തയിലൂന്നിയ സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. നോക്കാം, ഒരു ജസ്റ്റ് എക്സാമ്പിളോട് തന്നെ നോക്കാം. ഒരു ചെറിയ പട്ടണത്തിലാണ് റിനു താമസിക്കുന്നത്. സംതൃപ്തമായ ജോലിയും കുടുംബവുമുള്ള അദ്ദേഹം തന്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളുമില്ല എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ റിനുവിന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെട്ടിരുന്നു. ഇത് ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ തനിക്ക് മാനസിക രോഗമാണെന്ന് കരുതുമെന്നും തന്നെ ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയന്നു. അതിനാൽ റിനു അത് ആരെയും അറിയിച്ചില്ല. ഒരിക്കൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ പ്രഭാഷണത്തിൽ നിന്നും ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്ന് റിനു തിരിച്ചറിഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുണാത്മകമല്ലാത്ത ചില വഴക്കങ്ങളും മുൻധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് തന്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്റെ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചു. മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ റിനുവിനും സുഹൃത്തുക്കൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ആരംഭിച്ചു. റിനുവിന്റെ അനുഭവം നമ്മൾ വായിച്ചു. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഈ അവബോധം മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് മനസ്സിലായോ? റിനു ആദ്യം വിചാരിച്ച എന്താണ്, തന്റെ മാനസിക ബുദ്ധിമുട്ടുകൾ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസിക രോഗമാണെന്ന് എന്റെ ചുറ്റുമുള്ളവർ വിചാരിക്കും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യമുണ്ട്. ഈ ഒരു ചിന്ത മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിന്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാനായിട്ട് കഴിയും. ഇപ്പൊ എന്റെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓർമ്മ വന്നതാണ്. ഇപ്പൊ നമ്മുടെ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ കലാകാലങ്ങളായിട്ട് അവർ സാരി ഉടുത്ത് ശീലിച്ച വ്യക്തികളാണെങ്കിലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചുരിദാറൊക്കെ ഇടാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ സാരി ഉടുത്ത് നടക്കുന്ന ഒരു അമ്മയോട് നമ്മൾ പറയുകയാണ് എന്താ ചുരിദാർ ഇട്ടാൽ ചുറ്റുള്ളവർ എന്താ വിചാരിക്കുക, നാട്ടുകാർ എന്ത് പറയും, അങ്ങനെ ഒരു ചിന്തയായിരിക്കുമല്ലോ. അപ്പോ എന്താണ്, ഒരു സാമൂഹിക അവബോധമുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് നാട്ടുകാർ എന്ത് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ. എന്താണ് അവിടെ തനിക്ക് തന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ എന്തിനു പറ്റും? ഈ ഒരു സമൂഹശാസ്ത്ര സങ്കല്പത്തിന് സാധിക്കും. കണ്ടോ,
സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, നോക്കിയേ, വ്യക്തിപരമായ പല പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാനായിട്ട് സാധിക്കുകയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യവുമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്ക് അപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്തിട്ട് ഒരു വൈഡ് ഹൊറൈസോണിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്തിട്ട് അത് ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ നേരിടാനായിട്ട് സാധിക്കണം. വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിന് പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തി നൽകുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താനായിട്ട് കഴിയുന്നു. ഇതിലൂടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാകും. അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കുവാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്തുവാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ 6 പോയിന്റ് ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. എന്താണ്? സമൂഹശാസ്ത്ര സങ്കല്പത്തിന് അതിരുകളില്ല. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ച 6 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. വിശാലമായ വ്യക്തിഗത വീക്ഷണം, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക, സ്വയം പ്രതിഫലനം, അനുതാപവും സഹിഷ്ണുതയും, വിമർശനാത്മക ചിന്ത, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുക. ഇതൊക്കെ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം പ്രതീക്ഷിച്ചൂടെ? സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പെടുന്നത് ഏത്, പെടുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ, ശരിയായവ തെറ്റായവ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാ. പക്ഷെ ഇതൊക്കെ ഓരോ സ്പെഷ്യൽ ടേംസിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടേംസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതാണ് ഈ സോഷ്യോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശാലമായ വ്യക്തിഗത വീക്ഷണം സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമത്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതും. 3, സ്വയം പ്രതിഫലനം. 4, അനുതാപവും സഹിഷ്ണുതയും. 5, വിമർശനാത്മക ചിന്ത. 6, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുക. ഇനി നോക്കിയേ, അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ഈ ചാപ്റ്ററിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും, കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും ആണ് നമ്മൾ നോക്കുന്നത്. സമൂഹശാസ്ത്രം അതിന്റെ അറിവ് നേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായിട്ടാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഇപ്പൊ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഔപചാരികമല്ലാത്ത കുറച്ച് അറിവുകളാണ്. അതെന്താണ്? ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടിലോ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായിട്ടുള്ള ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകുവാനും സാമാന്യ ബോധത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് വരുവാനായിട്ടും സാധിക്കും. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലൂടെയും സമൂഹ പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനായിട്ട് സാധിക്കുന്നു. സമൂഹ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സാമൂഹിക പ്രശ്നങ്ങൾ, സോഷ്യൽ പ്രോബ്ലംസിനെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്താന്നുള്ളത് അറിയാം. ഇനി ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ വിശകലനം ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും നോക്കിയേ. സാമാന്യ ബോധജ്ഞാന സമീപനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് അപ്രോച്ചിലും ഇനി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചിലും ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കാം, കോമൺ സെൻസ് നോളജ് വ്യക്തിഗത വീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലും പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യക്തി അവന്റെ വീക്ഷണകോണിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം എന്ന് പറയുമ്പോൾ വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഇതിന്റെ വ്യാപ്തി വലുതാണ്. ഇതൊരു വൈഡ് ഹൊറൈസോൺ ആണ്. വ്യക്തിയുടെ അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി വലുതാണ്. അടുത്തത്, പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉപരിതല വിശദീകരണം മാത്രമാണ് ഇവിടെ കോമൺ സെൻസ് നോളജിൽ ഉണ്ടാവുകയുള്ളൂ. വാർപ്പ് മാതൃക എന്താണ്? സ്റ്റീരിയോ ടൈപ്പുകളെ പലപ്പോഴും സ്റ്റീരിയോ ടൈപ്പുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉപരിതല വിശദീകരണം മാത്രമാണ്
സാമാന്യ ബോധജ്ഞാന സമീപനത്തിനുള്ളൂ എങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപത്തിലേക്ക് വരുമ്പോൾ അവിടെ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അടുത്തത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. വിമർശനാത്മക ചിന്തയില്ല, ആ വ്യക്തിയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അതിനൊരു ക്രിട്ടിക്കൽ തോട്ട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി സമൂഹശാസ്ത്ര സങ്കല്പത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ക്രിട്ടിക്കലായി ചിന്തിക്കാനായിട്ട് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സാമാന്യ ബോധജ്ഞാന സമീപനം എന്ന് പറയുമ്പോൾ ഒരു നാരോ കൺസെപ്റ്റ് ആണെങ്കിൽ ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മാക്രോ ആണ്, മറ്റേത് ഒരു മൈക്രോ ആണ്. അപ്പൊ നോക്കിയേ, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല സങ്കല്പങ്ങൾ കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. വ്യക്തി ജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കുവാനും അഭിസംബോധന ചെയ്യുവാനും സമൂഹ ശാസ്ത്ര സങ്കല്പം നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണിയും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ പട്ടികയിൽ നൽകിയിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ കാരണങ്ങളെ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെയും സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെയും കണ്ടെത്താനായിട്ട് ശ്രമിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സാമൂഹിക പ്രശ്നങ്ങൾ. സാമൂഹിക പ്രശ്നം ഫസ്റ്റ് പോവേർട്ടി ആണ് തന്നിരിക്കുന്നത്, ദാരിദ്ര്യം. അപ്പോ സാമാന്യ ബോധജ്ഞാന സമീപനം എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ സെൻസ് നോളജ്. കോമൺ സെൻസ് നോളജിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? കഠിനാധ്വാനത്തിനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവന്റെ കുടുംബത്തിന് എന്ത് വന്നത്? ദാരിദ്ര്യം വന്നത്. അവൻ പണിയെടുക്കാൻ പോകുന്നില്ല, അവന്റെ കുടുംബത്തിന് അതുകൊണ്ട് പട്ടിണി വന്നു. പക്ഷെ നമ്മൾ അതൊരു ബ്രോഡ് കൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? നോക്കിയേ, വിഭവങ്ങളുടെ അസമമായിട്ടുള്ള വിതരണം കാരണം ദാരിദ്ര്യം ഉണ്ടാവാം എന്നുള്ളതൊരു കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലെ? ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത് പണത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഇല്ല, ഒരു കുടുംബത്തിന് സ്ഥിരമായിട്ടുള്ള വരുമാന സ്രോതസ്സുകൾ ഇല്ലാത്ത അവസ്ഥ കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടായത്. അപ്പൊ സാമാന്യ ബോധജ്ഞാന സമീപനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി തൊഴിലില്ലായ്മ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ എങ്ങനെയാണ്? അലസത കാരണമാണ്. ആ ഒരു വ്യക്തി അലസനാണ്, അപ്പൊ അതുകൊണ്ട് എന്താണ്? അവന് തൊഴിലില്ല, അവന്റെ കുടുംബത്തിന് ദാരിദ്ര്യമുണ്ട്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ എന്താ? അവന് ജോലി എടുക്കാൻ ഇഷ്ടമില്ല, അവന് വിയർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ കേട്ടോ. ഇനി സമൂഹശാസ്ത്ര സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അതിനുള്ള കാരണങ്ങൾ നമുക്ക് പലതായിട്ട് പറയാം. കുറച്ചുകൂടെ ബ്രോഡായിട്ട് നമ്മൾ ചിന്തിക്കാം. ജനസംഖ്യാ വർധന ഒരു കാരണമാണ്, അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ മറ്റൊരു കാരണമായി വന്നിരിക്കുകയാണ്. ഇനി പഠനസമ്മർദ്ദം. പഠനസമ്മർദ്ദത്തില് നോക്കി അക്കാദമിക് പ്രഷർ. അപ്പൊ സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പരാജയപ്പെടുമെന്നുള്ള ഭയം കാരണമായിരിക്കാം. ഇനി സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നുള്ള ഒരു ഭയം കാരണമൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊരു സമൂഹശാസ്ത്ര സങ്കല്പ സമീപനത്തിലുള്ള നമ്മൾ അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു ഫാക്റ്റ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ പഠന മികവിൽ മാത്രം കഴിവളക്കുന്ന സമ്പ്രദായവും ഈ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന പഠന സമ്മർദ്ദത്തിന് കാരണമായി നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോ ഇത്രേ ഉള്ളൂ. ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തെ നമ്മൾ ഒരു നാരോ കൺസെപ്റ്റിലൂടെ കാണുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ മാത്രം വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുകയാണെങ്കിൽ അത് കോമൺ സെൻസ് നോളജ് എന്നും അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാന സമീപനം എന്നും, ഇനി അത് കുറച്ചൊക്കെ ബ്രോഡ് ആയിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ 10th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സമൂഹശാസ്ത്രവുമായി റിലേറ്റഡ് ആയിട്ട് ന്യൂ SCERT നമുക്ക് ഒരേ ഒരു ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഈ 10th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ ആണ് കേട്ടോ. 9th ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതുകൂടി നമുക്ക് പഠിക്കണം. പിന്നെ ഓൾഡ് SCERTയിൽ കുടുംബവും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് നോക്കണം. അപ്പൊ നമ്മുടെ സോഷ്യോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ഈ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് നമ്മൾ മറ്റുള്ള ടോപ്പിക് പഠിക്കുന്ന അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, എന്നാലും അതിലെ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അത് ആ സോഷ്യൽ ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്, അത് മാറിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ ആ ഒരു ടേംസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, അതെന്ന് നമ്മൾ 6 മണിക്കാണല്ലോ വൈകിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആ 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ അല്ല എന്നാണ് അർത്ഥം.
അപ്പോൾ ആ ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മൾ ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ താമസമില്ലാതെ നമ്മൾ ലൈവ് ഒക്കെ ചെയ്യും. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.